നായേ, നീ എന്നെ തല്ലി കൊല്ലടാ ഇവനെ. ആ ഹലോ, ഞാനല്ല ഞാനല്ല ശ്രീദേവിയെ, ശ്രീ. ആ ദേവേട്ടാ, ഇതാ വന്നു. ആ അതില്ലേ, അർജുനൊന്നല്ലേ ഈവനിങ് അല്ലേ ബാംഗ്ലൂർ പോകുന്നത്? ആ അതെ, അതുകൊണ്ട് ഇപ്പോ കിടന്ന് ഉറങ്ങ. നൈറ്റ് ഉറക്കം ശരിയാവില്ലെന്നും പറഞ്ഞു. ആ എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങുക, കമ്പനി പോയിട്ട് വരാം. പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. നീ നോക്കുന്ന പിള്ളേരെ. പിന്നല്ലേ, ധീരവരോട് പറ അവരെ കൊണ്ടുപോകാം കേട്ടോ. അവരെ ഒഴിപ്പിച്ച് പൊക്കോട്ടെ. ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി. മോളെ, പിന്നല്ലേ സൗരവ് നിന്റെ ക്ലാസ്സിലാ. നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കരുമുണ്ട്. അവനെന്തായാലും ഇങ്ങോട്ട് വരില്ല. നീ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. രണ്ടാളെ പണി നോക്കി നടന്നാൽ മതി കേട്ടല്ലോ. വെറുതെ റിവെഞ്ച് അത് ഇതെന്ന് പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. ലാസ്റ്റ് നമ്മുടെ തലയിലാവും ഓരോന്ന് കേട്ടല്ലോ. അയ്യേ, അവൻ്റെ ക്ലാസ്സിലാണോ ഞാൻ? ഓഫ്, കോളേജ് ലൈഫ് അടിച്ചു കളിക്കാൻ വേണ്ടി വന്നു, അത് കഞ്ഞിയായി. കളിച്ചിട്ടൊന്നും മാറ്റാൻ പറ്റും. അവനെ വേറെ ക്ലാസ്സിലാക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ ക്ലാസ് പോട്ടെ. ദേവാവേ, എൻ്റെ വായന കേൾക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ഡിസിഷൻ മാറ്റാൻ നിൽക്കരുത് കേട്ടല്ലോ. നീ എങ്ങനെയാണോ അതുപോലെ അങ്ങ് നിന്നാൽ മതി. നീ എന്താണോ വിചാരിച്ച പഠിക്കാൻ അത് പഠിച്ചാൽ മതി. നീ ആരെ ചെലവിലൊന്നുമില്ല പഠിക്കുന്നത്, ഇത് ഞങ്ങളാ പഠിപ്പിക്കുന്നത്. അവന്തിക, നീ എന്താണ് ലേറ്റ് ആയേ? കുറച്ച് നേരത്തെ ഒക്കെ വരണ്ടേ? ഏയ് ഒന്നുമില്ലടി, കുറച്ച് സംസാരിച്ചിരുന്നു ഏട്ടനോട്. മേ കണ്ണി സാർ. ജാൻവി, എന്താ ഇത്? സമയത്തിന് അവിടെ 9:30 ക്ലാസ് തുടങ്ങും. സമയം ഇപ്പം എത്രയാ? 9:50. വൈ ആർ യു ലേറ്റ്? എനിക്ക് നല്ല റീസൺ കിട്ടിയിട്ട് നീ ക്ലാസ്സിലേക്ക് കയറിയത്, അല്ലെങ്കിൽ നീ ക്ലാസ്സിലേക്ക് കയറണ്ട. സോറി സാർ, വണ്ടി കേടായതാ. അതാ, ഇനി ആവർത്തിക്കില്ല. ഫസ്റ്റ് ടൈം അല്ല സാർ, സോറി. നോ, ഇതൊന്നും റീസൺ അല്ല. വണ്ടി കയറാൻ അതൊക്കെ ആദ്യം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ബസ്സില്ലായിരുന്നോ? ബസ് കയറി പോരായിരുന്നോ? ഇതൊന്നും റീസൺ അല്ല, എനിക്ക് കേൾക്കണ്ട. ഐസ ഗെറ്റ് ഔട്ട്. സാർ, ഇത് ഫസ്റ്റ് ഡേ അല്ലേ? അവളെ പ്ലീസ് ക്ലാസ് കേട്ട് സാർ. ജാൻവി അശോക്, എൻ്റെ കൂടെ എന്താ സംസാരിക്കണം. എന്താ ചെണ്ടി, നിന്റെ ദേഷ്യം കഴിഞ്ഞ? അവൻ്റെ അപ്പൂപ്പൻ്റെ ദേഷ്യം എന്നെ കൂടെ പറയിപ്പിക്കരുത് നീ. അല്ല പിന്നെ, അല്ലെങ്കിൽ നമ്മളോട് ചാടിക്കളിക്കാനല്ലേ നിനക്കൊക്കെ? അതൊക്കെ ഒരു രസം. നമുക്കല്ലേലും ആക്ടിങ് ഭയങ്കര ഒരു ഇതാണ്. അതുകൊണ്ട് നമുക്കത് മുഖ്യം വെയിലാണ്. അവൻ്റെ അപ്പൂപ്പൻ്റെ ആക്ടിങ്. നിനക്കത് വല്ലതും പറയാ, എനിക്ക് സ്പീഡൊക്കെ ആയി. അല്ല പിന്നെ, ഞാൻ പോവാ. ഡാ, എന്താടാ പുല്ല്, നീ എൻ്റെ പെങ്ങളെ വല്ലതും തൊട്ടാലേ. നിർത്തടാ, അവൻ എന്നെ പഠിപ്പിക്കുന്നു. നീ ഏതാ? ചേച്ചി കഴിഞ്ഞിട്ടും ഏട്ടനൊക്കെ വീട്ടിലാട്ടോ, ഇത് കോളേജാ കേട്ടല്ലോ. അവൻ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. പോടാ ക്ലാസ്സില്. அடைமழை வரும் அதில் நனைவோமே, குளிர் காய்ச்சலோடு ஸ்நேகம், ஒரு போர்வைக்குள் இரு தூக்கம். നിനക്കെന്താ കണ്ണില്ലേ? അല്ലെങ്കിൽ തന്നെ മനുഷ്യന് എന്താണ് വൃത്തിയായിട്ടാണ് നീ ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളൊക്കെ കയറി പിടിച്ച്? ഡി നിർത്തടി. നീ എങ്ങോട്ടടി കയറി പോന്നേ? ഞാൻ നിന്നെ കയറി പിടിച്ചോ? ഞാൻ എപ്പോഴാണ് നിന്നെ കയറി പിടിച്ചേ? അനാവശ്യം പറഞ്ഞല്ലേ, നിന്റെ കാവലെ കുറ്റി തെറിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു. നീ എന്നെ തൊട്ട് നോക്കടാ, പിന്നെ നിന്റെ കാര്യത്തിനാകുമ്പോളേ നിന്റെ മണ്ടന്തരം ഉണ്ടാവത്തില്ല. അവന്തിക ആൻഡ് സൗരവ്, സ്റ്റോപ്പ് ഇറ്റ്. ഏട്ടാ ഇവനെ എന്നെ കയറി പിടിച്ചേട്ടാ. ഇവനെ നാളെ പൊട്ടിക്ക് ചേട്ടാ, അവൻ്റെ കഴപ്പൊന്ന് മാർക്കും. ആവൂ, സ്റ്റോപ്പ് ഇറ്റ്. എന്താ ഇത് നിന്റെ ഒന്നും ദേഷ്യം തീർക്കാനുള്ള സ്ഥലമല്ല കേട്ടല്ലോ. നിന്നെ പോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ പഠിക്കാൻ. അവർക്കാർക്കും അതൊരു അടിയാണല്ലോ നിങ്ങൾക്കിടയിലുള്ളത്. എന്താ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. വാ പോവാം. നീ ഒന്നും നോക്കാൻ നിൽക്കണ്ട, എൻ്റെ കൂടെ വരിക. വാ പോവാം. ഡാ, നീ ആരെ പേടിച്ചിട്ടാണ് അടിക്കാതെ പോകുന്നത് എന്നെ? സൗരവ്, നിന്റെ തന്തയല്ല, എൻ്റെ തന്ത. എന്താണ് കിടന്ന് ഇതാക്കുന്നത്?
ആ ജാനു എന്നെ ഉപദ്രവിക്കുന്ന ആരതാ മക്കള് അങ്ങനെയല്ലേ വരും. സാരല്ല, അനുഭവിച്ചോ. മക്കൾ ഇപ്പോൾ ഉക്കത്തെ വെച്ച് നടക്കുന്ന ഒരു അച്ഛനുണ്ടെങ്കിൽ മക്കൾ ഇതുവരെ ഇതിനപ്പുറം കാണിക്കും. അതിന്റെ ഇടയ്ക്ക് എനിക്കിട്ട് കുത്തരുത് കേട്ടല്ല. അല്ല പിന്നെ എന്റെ കുറ്റമല്ല, നിന്റെ ഫലം ഈ പിള്ളേർക്ക് കിട്ടി, അതുകൊണ്ട് ഇതിനൊക്കെ ഇങ്ങനെ. ഓ, രണ്ടെണ്ണം നിർത്തൂ. എന്തോന്നടേ ഇത്? കഷ്ടം തന്നെ ഏട്ടാ. കണ്ടോ അവള് നമ്മളെ പഠിപ്പിക്കാൻ വന്നേക്കുന്നത്. വളർത്തി കൊടുക്ക്, കുറച്ചും കൂടെ പിന്നാക്കം ചാണകമൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുക്ക് വരട്ട്. എന്നാൽ അങ്ങനെ അങ്ങ് വളരും. ആ നിന്റെ ഒക്കെ തലയിൽ വെച്ച് കിടക്കുന്ന എന്നെയാണ് പറയാ. കേറിപ്പോടത്ത് അല്ല പിന്നെ. ജാനു ഇപ്പൊ എങ്ങനെയുണ്ട് ഈ വരി സത്യേ? ഇപ്പൊ നമ്മളെ പൊട്ടന്മാരല്ലേ? നീ പോടാ തെണ്ടി, നന്ദിയില്ലാത്തവൻ. അല്ല പിന്നെ തന്തയും കണക്ക്, തള്ളയും കണക്ക്, മോനും കണക്ക്. എന്റെ ശിവനെ, എനിക്ക് വയ്യ. ഏത് സമയത്താണോ ഈ കുടുംബത്തിലൊന്ന് ജനിച്ചത്? മോനെ സൗരഭേ, എന്താണ് നിനക്ക് പറ്റിയ? വന്ന മുതൽ ശ്രദ്ധിക്കാം. നീ ആരോടും മിണ്ടാതെ, നേരത്തെ പിള്ളേർക്ക് അവിടെ അടി കൂടി സമയത്ത് പോലും നീ വരാതെ, അല്ലെങ്കിൽ നിങ്ങൾ 3 പേരും കൂടെ ഇല്ലായിരുന്നു എന്നെ ഈ ചായ തിന്ന. നീ ഒന്നും മിണ്ടാതെ ഈ മുറിയിൽ വന്നിരിക്കുന്നത് എന്താ പ്രശ്നം? എന്താ പറ്റിയ കാര്യം പറ. അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് ഞാനിന്ന് അറിയാതെ ഒന്ന് ആവൂനൊന്ന് തട്ടി. പക്ഷെ ഞങ്ങൾ എന്നോട് നിലത്ത് വീണു. പക്ഷെ അവൾ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് അറിയത്തില്ല അവളെന്താ എന്നോട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന്. ചെറുപ്പം മുതലേ സ്വന്തം എന്ന് വിചാരിച്ച് ഇങ്ങനെ കളിച്ച് നടന്നവരൊക്കെ എന്നെ തള്ളിപ്പറയുന്നു. എന്നെ വിശ്വസിക്കുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ. അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണ്ടേ? മോനെ, അമ്മയ്ക്കും അച്ഛനും നിന്റെ അനിയത്തിക്കും എല്ലാവർക്കും അറിയാം നീ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും പിന്നെ ഇച്ചായന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും നിന്നെ അറിയത്തില്ല, നിന്നെ മനസ്സിലായിട്ടില്ല. അതാ പ്രശ്നം. അമ്മയ്ക്കറിയാം എന്റെ പൊന്നുമോൻ ഒരു തെറ്റും ചെയ്യത്തില്ല. അമ്മ ഞാൻ ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല അമ്മ. എന്നെ എന്താ അവനെ വിശ്വസിക്കാത്ത ധീരവ്? എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ. ഞങ്ങൾ ഇത്ര കളിച്ച് നടന്നതാണ് ഈ മുറ്റത്തോടെയൊക്കെ. ഇന്ന് അമ്മയ്ക്ക് കേൾക്കണോ? ഇന്ന് അവനോട് പറഞ്ഞു എന്നെ അടിക്കാൻ. പക്ഷെ അവൻ പറഞ്ഞു നീ നിർത്തുന്നു പറഞ്ഞു അവളെ വിളിച്ചോണ്ട് പോയി. എനിക്കറിയാം അവൻ എന്നോട് ഇഷ്ടമുണ്ട്. പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവൻ എന്നോട് മിണ്ടാത്ത പോലും. അമ്മേ എനിക്കറിയത്തില്ല അമ്മേ, ഞാൻ എങ്ങനെ ഇതൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവരാം? എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. ഞാൻ എങ്ങനെ നന്ദൂരെ കൊല്ലുന്ന ഇവർ പറയുന്നത്? നന്ദു എൻ്റെ അനിയത്തിയല്ലേ, എൻ്റെ സോൾമേറ്റാണ് അവൾ, എൻ്റെ ഫ്രണ്ട്, എല്ലാം അവൾ തന്നെയാണ്. അവളെ ഞാൻ കൊന്നു. അതും ഞാൻ അമ്മ കണ്ണ എന്താ ഇത്? ഇങ്ങനെ അറിയാണ് ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്തില്ല എന്ന് നമുക്കൊക്കെ അറിയാലോ. അത് മതി, നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തുകയില്ല. നമ്മളായിട്ട് പോകുന്നതല്ലേ അവരുടെ ലൈഫിൽ നിന്ന്. അവരായിട്ട് ഒഴിവാക്കിയില്ല നമ്മൾ അങ്ങനെ തന്നെ നിൽക്കാം, കേട്ടല്ലോ? പിന്നെ ആവൂനെ ധീരവിനൊന്നും നീ നോക്കാൻ നിൽക്കണ്ട. നിനക്ക് നഷ്ടപ്പെട്ട ഒരു 7 വർഷമുണ്ട്. അത് നീ നന്നായി പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി നല്ല രീതിയിലെത്താം. ആവോ അല്ലെങ്കിൽ അവളുടെ ചേട്ടനോ ആരാ എന്താ അവിടുന്ന് കാണിച്ചു കൂട്ടട്ടെ. ഒന്നും നീ നോക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാം, മനസ്സിലായല്ലോ? അമ്മേ, ചേട്ടൻ പോയാ? അത് പറയാതെ പോയത്. ഇവനല്ലെങ്കിലും ഇപ്പൊ നമ്മോടൊന്നും ഒരു ഇതുമില്ല. അതെ, അവൻ നേരത്തെ പോയിണ്ട്. നിനക്കിന്ന് ക്ലാസ് ഇന്ന് ക്ലാസ് ഇല്ലല്ലോ അല്ലേ? ചെല്ല് ഞാൻ ഫുഡ് ഇപ്പൊ എടുത്ത് വെക്കാം. അമ്മ, അതല്ല ഞാൻ വന്നേ. ഇന്നലെ ഒരു വലിയ സംഭവം ഉണ്ടായമ്മ. ഇന്നലെ ആ സൗരഭില്ലേ, അയാളെ എന്നെ വീഴ്ത്തിയമ്മ. പക്ഷെ എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ അയാളെ ഭയങ്കര ചീത്ത വിളിച്ചു. അയാള് മനപ്പുറം വീഴ്ത്തിയതമ്മ. കാലമാണ്. അത് വീഴ്പൂടെ, അതുപോലെ ഞാൻ കാര്യം പറയട്ടെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അത് ആ ഏട്ടൻ തന്നെയോട് പറഞ്ഞു. അവൻ എന്നിട്ട് പറയാ, നീ ഒന്നും മിണ്ടാൻ നിൽക്കണം, നീ ഇങ്ങ് വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. അവന് പൊട്ടിക്കാനൊന്നും പോലും എന്നെ സമ്മതിച്ചില്ല, അവന് കൊടുക്കുകയില്ല. വാവേ, നമ്മളായിട്ടൊന്നിനും പോണ്ട. ഒന്നിനും ഇപ്പൊ വിശ്വസിച്ചോടാ. നിനക്കറിയാലോ എന്തൊക്കെ നടന്നതൊക്കെ. നീ അത്ര കുഞ്ഞൊന്നല്ലായിരുന്നല്ലോ. എല്ലാരും കണക്കാവാവേ. നിന്റെ ചുറ്റും കാണുന്ന നിന്റെ അച്ഛനും അമ്മയും
നിന്റെ ഏട്ടന്മാര് ഒന്നും അല്ലാതെ നല്ലവരൊന്നുമില്ല. ഈ സമൂഹത്തിൽ ഇപ്പൊ എല്ലാരും ഒന്നും നല്ലവരൊന്നല്ല. നിന്നെ മുട്ടുന്നതിനോ ഇതാക്കുന്നതിനുണ്ടായി തന്നെ ഒന്നുമല്ല. നിന്നെ ഉപദ്രവിച്ചാൽ നീ നന്നായി റിയാക്ട് ചെയ്യാം. കേട്ടോ, നിന്റെ സുരക്ഷിതത്വം നിന്റെ കയ്യിലുള്ളൂ. ചെല്ല, മതി. ആമേ, ഞാനിനി ഒന്നിനും പോവില്ല. അവൻ എന്താ കാണിക്കട്ടെ. എനിക്ക് വയ്യ അവനോടൊന്ന് സംസാരിക്കാൻ. എടാ നായേ, നീ ഞങ്ങളെ ജീവനെ നീ കൊന്ന് കളഞ്ഞില്ലേ നായേ. നീ വലിയ കുളയ്ക്കാൻ നിൽക്കണ്ട. നിന്റെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു. ഞങ്ങളുടെ ആഗസ്റ്റിന്റെ ജീവൻ നശിപ്പിച്ചവനാ നീ നായി. ഏട്ടാ, അത് നോക്കിയേ, സൗരവിനെ ഇപ്പൊ അവര് കൊല്ലും. ബാവേ, നീ ഇവിടുന്ന് എങ്ങോട്ടും പോകരുത്, ഇവിടെ നിൽക്കണം, കേട്ടല്ലോ. ഡാ മോനെ ദൂരവേ മാറി നിൽക്കാനോട്ട്. ഇത് ഇവനുള്ളതാ. ഇവനാ ഞങ്ങൾ അഗസ്റ്റിന്റെ ജീവിതം നശിപ്പിച്ച. തൊട്ട് നോക്കടാ എന്റെ അനിയനെ. നീ എന്റെ കൊയ്യ ഞാൻ വിട്ടു. എവിടെ നിന്നാണ് ഇത്രയും കൊണ്ടൊരു ഏറ്റം വന്നേ? നിനക്കിടെയാണ് ഇവരെ കൊല്ലണ്ടേ? നീയും മറ്റേ അർജുൻ ചേർന്നില്ലായിരുന്നോ ഇവരെ കൊല്ലാൻ നോക്കിയേ? എന്നിട്ട് ഡയലോഗ് അടിക്കുന്നു. അല്ലേ പിന്നെ നീ ഏതാ അങ്ങോട്ട് എടുക്കട കൈ. അവന്റെ തൊട്ട നിന്നെയായിരിക്കും ഞാൻ ആദ്യം കൊല്ലാം, കേട്ടല്ലോ. നോക്കി നിൽക്കാതെ പൊട്ടിക്കില്ല. നിനക്കതിന്റെ പെങ്ങളെ വേണോ അല്ലെങ്കിൽ നീ നാറിനെ വേണോ കൊല്ലണ്ടേ? അവളെ നീ എന്തെങ്കിലും ചെയ്താ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഡാടാ, നീ അത് പറയാൻ ആരാടാ? നീ ആരാടാ എന്റെ പെങ്ങളെ കൊന്നത്? എന്നിട്ട് ജെയിംസേ, അവളെ വിട്. നീ അവളിതിലേക്ക് ഇടപെടണ്ട. മാറി നിൽക്കടാ. നീ എന്റെ പെങ്ങളെ തോന്നില്ല. ബാവേ, വാ പോവാ മതി. ധീരവേ, കണ്ണ അറിവേ, കണ്ണന് ബോധം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. ശരി എന്നാ. നീ ഇതിലെ സൗരവിനെ രക്ഷിക്കാൻ പോകുന്നത്? നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടില്ലേ മക്കളെ, അവരുടെ ഒരാളെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത്. അവർ ചാവോ ജീവിക്കോ എന്താ വെച്ചാൽ കാണിച്ചോട്ടെ. എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നേ? നിങ്ങളൊക്കെ എല്ലാവരും കൂടെ എന്നെ അങ്ങോട്ട് തോൽപ്പിക്കാണോ? അച്ഛനെ ഒറ്റപ്പെടുത്തി എല്ലാവരും ആ മറ്റവരും ചേർന്ന് ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്കാവുമോ? ആദ്യം പറയണം. ഏവേട്ടാ, അവരെന്തിനു കുറ്റം പറയാ? അവന്റെ അനിയനല്ലേ കണ്ണേ. പിന്നെ രക്ഷിച്ചു പോവില്ലേ? സ്വന്തം കൂടപ്പിറപ്പിനെ മറ്റുള്ള പുറത്തുനിന്ന് ആൾക്കാർ തല്ലി കൊല്ലുന്നത് കാണുമ്പോൾ സഹിക്കുകയോ? അതിപ്പോൾ എത്ര ശത്രുവാണ്. നിങ്ങൾ എന്താ പറയുന്നേ? നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാൽ മതി. ഞാനില്ല. രക്ഷിക്കോ രക്ഷിക്കാതിരിക്കോ എന്താ വെച്ചാൽ കാണിച്ചോ. എന്നോട് എൻ്റെ മോള് ക്ഷമിക്കില്ല. ഇന്ന് വരെ അവൾക്ക് എന്ത് സംഭവിച്ചോ ഉള്ളതിൻ്റെ വ്യക്തമായൊരു നിഗമനം നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു നിൽക്കുക അത്രയും കാലം വരെ അത് എന്തെങ്കിലും തെളിവ് കിട്ടട്ടെ സൗരവ് വല്ലത് ചെയ്തതെന്ന്. അതുവരെ എനിക്ക് എൻ്റെ മോളോട് നീതി കാണിച്ചാൽ മതിയാവും. അച്ഛാ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലായിരുന്നു. അതെൻ്റെ സ്റ്റുഡൻറ്റും കൂടെയാണ്. അതിനപ്പുറം അവനെൻ്റെ അനിയനായിരിക്കോട്ടെ, പക്ഷെ അതിന് പുറമെ അതൊരു കോളേജിൽ വെച്ച് പബ്ലിക് പ്ലേസിൽ വെച്ച് നടക്കുന്നൊരു കാര്യമാണ്. അച്ഛാ അങ്ങനെയൊന്നും അല്ല. ധീരവ് എൻ്റെ സാറും കൂടെയാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്തം മാത്രമേ അവൻ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു നന്ദി ഞാൻ തിരിച്ചു കാണിച്ചു. എനിക്ക് അത്രയും മതി. അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ എനിക്ക് അവരുടെ ബന്ധം വേണ്ടോ ഒന്നും വേണ്ട. മതി മതി മതി. മോൻ ചെല്ല റെസ്റ്റ് എടുക്കുക. ഏട്ടാ, അത് വിട്ടാള്. കഴിഞ്ഞത് കഴിഞ്ഞു. സൗരവ്, താൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. താൻ എന്തിനാ ചേട്ടനെ രക്ഷിക്കാൻ പോകുന്നത്? അതുകൊണ്ടല്ലേ തനിക്ക് ഇഞ്ചുറി പറ്റിയേ? ഈസ് മൈ ടീച്ചർ. ധീരവ് എനിക്കൊരു ഹെൽപ്പ് ചെയ്തു. ഞാൻ അതിന് തിരിച്ച് അത് നന്ദി കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ സോറി, ഇന്നലെ ഞാൻ ചീത്ത കളിച്ചതിന്.
അപ്പത്തേരും ഇതിന് വിളിച്ചതാ. സോറി. എല്ലാം കഴിഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനത് വിട്ടതാ. എനിക്ക് അതിനൊന്നും പറയാനില്ല. ഗുഡ് മോർണിംഗ് എവരി. குழு குழு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்தும் கூட அன்பே மனமதையே. പെട്ടെന്ന് ബെല്ലടിച്ചപ്പോൾ അല്ലേ വിട്ടിരുന്നേ? അങ്ങോട്ട് മാറിയിരുന്നു, നിന്റെ സീറ്റ് പോരി. ഇന്നലെ എന്തായിരുന്നു എന്റെ പ്രശ്നം? അത് എടി ഞാൻ വിചാരിച്ചു അത് പേടിച്ചോടി പമ്മ ഫൈറ്റ് അല്ലായിരുന്ന. എടി ഇന്നലെ ആ ജെയിംസും പിന്നെ ആൽവിനും അവനൊക്കെ അല്ലേ, അവരെല്ലാവരും കൂടെ ഏട്ടനെ കൊല്ലാൻ നോക്കി. അവനെ കണ്ണേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ നന്ദുവിൻ്റെ കൂടെ ഏട്ടനും പോവായിരുന്നു. പിന്നെ കണ്ണേട്ടനെ ഒരുപാട് നല്ല വഴക്കൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ, പാപം. എന്നിട്ട് സഹായിച്ചു. വേറൊരാളാണ് ഒട്ടും സഹായിക്കില്ല, കാരണം അത്രത്തോളം മെന്റലി ഞാൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയിണ്ടല്ലോ. എടാ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ നമ്മളെ കണ്ണ് തന്നെ നമ്മളെ ചതിച്ചെന്ന് വരും. സംഭവം കണ്ണേട്ടനല്ലെങ്കിലോ അല്ലെങ്കിൽ സൗരവല്ലെങ്കിലോ കൊന്നത് പറയാൻ പറ്റില്ലടാ. എനിക്കറിയാൻ പാടില്ല ഇതിൻ്റെ സത്യം. അറിയാൻ കൊള്ളാമെന്നുണ്ട് ശരിക്കും ഇത് സത്യം എന്താണെന്ന്. പക്ഷേ എല്ലാവരും, വീട്ടുകാരും കുടുംബക്കാരും, എടി നിനക്കറിയോ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ആ ഒരു ഇളയച്ചനും ഇളയമ്മയും കണ്ണേട്ടനും ജാനും ഇങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയായിരുന്നു. ഒരുമിച്ച് നടന്നു ചിരിച്ചു, നന്ദുണ്ടായിരുന്നു കൂടെ. പക്ഷേ പെട്ടെന്ന് എവിടെയോ വെച്ച് എന്തൊക്കെയോ സംഭവിച്ചു. അതൊരു യാഥാർത്ഥ്യം ഇന്ന് വരെ മനസ്സിലാവാത്തോണ്ടാണ് ഇന്നും ഒരു പരസ്പരം ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അകന്ന് ജീവിക്കുന്നത്. വാവേ, നിന്റെ മുഖം എന്താ ഇങ്ങനെ ആകെ ഡൗൺ ആയിട്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഏട്ടാ, ഞാൻ ഇവിടെ ചിന്തിച്ചിരുന്ന അമ്മൂനോട് പിന്നെ നന്ദുവിൻ്റെ ആ ഒരു ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതാ. ശരിക്കും എന്താ സംഭവിച്ചതെന്നറിയാതെ ഇങ്ങനെ എത്ര കാലം വെച്ചിട്ടാ അകന്ന് ജീവിക്കുന്നേ. വാവേ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എല്ലാം ശരിയാവുന്നൊരു ദിവസം വരും. നമുക്ക് നോക്കാം, കണ്ണനാണോ അല്ലെങ്കിൽ അർജുനാണോ അല്ലെങ്കിൽ ഇവരാരും അല്ലയോ, എല്ലാം നമുക്ക് കണ്ടറിയാം. എടാ, നമ്മുടെ ജെയിംസിൻ്റെയൊക്കെ ആരോണ്ടൊക്കെ കൂട്ടത്തിൽ ആ സമയത്ത് സൗരവുണ്ട്, ശരിയാണ്. പക്ഷേ അങ്ങനെ വേറെ ആരുടെ കൂട്ടത്തിലായിട്ട് കാണുന്നില്ല. അവനിപ്പോഴും സൗരവിനുള്ളതിൽ അധികം കാര്യങ്ങളൊന്നുമില്ല. ചില ഫോട്ടോസിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് പിന്നെ അവിടെ സംഭവം നടന്ന സീനിൽ അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലെ CCTVയിൽ അവൻ അങ്ങനെ വണ്ടി നിർത്തി വരുന്നൊരു ഇതുണ്ട്. പക്ഷെ അത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് വന്നതെന്നാണ് പറയുന്നത്, കാണുന്നത് അറിയത്തില്ല. ജെയിംസ്, ആരോൺ, ആൽവിൻ, സൗരവ്, അഗസ്റ്റി, ഇത്ര പേരെ ലിസ്റ്റാണല്ലോ അതിലുള്ളത്. ഇവരിൽ ഉണ്ടോ ഒന്നോ രണ്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന് ഒരാളുടെ ആയിട്ടല്ല, അതിന് 3 ആളുണ്ടായിരുന്നു. എടാ, എന്നാൽ അങ്ങനെയല്ല, അവരുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ദേവിക. പക്ഷെ ദേവികയുടെ സിറ്റുവേഷൻ ആ ഒരു സംഭവത്തിന് ശേഷം 7 വർഷമായല്ലോ. ഈ 7 വർഷം ഭയങ്കര മെൻ്റൽ ഡിസോർഡറൊക്കെ ആയിട്ട് വളരെ ഇഷ്യൂ ആയിട്ടൊക്കെ അതിനിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ആരൊക്കെയോ എന്തൊക്കെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് അവൾക്കിടയിൽ. ഇപ്പോഴും അവൾ ആ മെൻ്റൽ ഹോസ്പിറ്റലിലാണ്. എടാ, ഈ ഒരു കേസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ഹെൽപ്പ് വേണം. നമുക്ക് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ അത്തരത്തിൽ പിടിപാടുള്ള ഒരാൾ വേണം നമുക്ക്. അല്ലാതെ നമ്മളായിട്ട് ഇതിന് പോയാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ഒരാളെ ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. ദേവികയുടെ കണ്ടീഷൻ, ഷീസ് ഓക്കെ, ബട്ട് സംതിങ് എന്തൊക്കെയോ കാരണം കൊണ്ട് അവൾ ഭയങ്കരമായിട്ട് ഭയന്നിട്ടിരിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ അവളെ അലട്ടുന്നുണ്ട്. അവൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു
പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലെങ്കിൽ പോലും അവളുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഇപ്പോഴും ഓക്കെ അല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മരുന്നിന് പോലും മാറ്റാൻ പറ്റാത്ത എന്തോ ഒരു വലിയ ഷോക്ക് അവളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതിനെ മാറ്റാനിപ്പം ഒരിക്കലും മെഡിക്കൽ ഫീൽഡിനല്ല പറ്റുക, അത് അവളെ ചുറ്റുമുള്ളവർക്ക് മാത്രമേ പറ്റൂ. ഡോക്ടർ, അവൾ വേഗം തന്നെ റിക്കവർ ആവോ? ഇങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക, അന്ന് നന്ദിതൻ്റെ കേസിനെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ സ്റ്റേജിൽ? ഇന്നലെ മരുന്ന് കൊടുക്കാൻ പോയ ആയ പറഞ്ഞു ആരുടെയൊക്കെ പേര് പറയുന്നു, അഗസ്ത്യ അങ്ങനെ എന്തൊക്കെയോ പേര് പറയുന്നു, ആൽബിൻ എന്തൊക്കെയോ പേര് പറയുന്നു കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഒക്കെ പേടിച്ചരണ്ട് ഒരു ഇതില്ലാതെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങൾ സംസാരിച്ച് ഓവറായിട്ട് പ്രഷർ കൊടുക്കാതിരുന്നാൽ മതി. അവളെ അവര് കൊന്നു എന്നെ കൊല്ലും, നിന്നെ കൊല്ലും. കണ്ണ എന്തായും കണ്ണനെ നോക്കണടാ. അവരൊന്നും ദേവു കൂൾ ഒന്നുമില്ലടാ, ഒന്നുമില്ല. നിങ്ങനെ ടെൻഷൻ ആവല്ലേ? എടാ ഞങ്ങളന്ന് വരുമ്പോഴേ ഞങ്ങൾ എടുത്ത് അടിച്ചു. ഓക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പൊ വിടാം. ഒന്നുമില്ല ബാബാ. ഞങ്ങളെ ജീവൻ തന്നെ പിക്ക് ചെയ്ത് കൊന്നേ വെറുതെ വിടരുത്.